ഞാൻ മാത്രമല്ല സാർ പറഞ്ഞതനുസരിച്ച് രണ്ട് സൈഡിൽ നിന്ന് പാക്ക് ചെയ്ത് തന്നെയാണ് ഏർപ്പാട് ചെയ്യുന്നുള്ളത്. എൻ്റെ പേര് ആശിഷ്. നമ്മൾ പറഞ്ഞത് ട്രിവാൻഡ്രത്തു നിന്നാണ്. ട്രിവാൻഡ്രം വിളപ്പിശാലയിൽ നിന്നാണ്. നമ്മൾ 21 പേരുണ്ട്. 21 പേരിൽ ഒരു കൊച്ചുകുട്ടിയും കൂടെ ഉൾപ്പെടെ മൊത്തത്തിൽ 21 പേര്. അപ്പോൾ നമ്മളിന്ന് രാവിലെയാണ് ഇവിടെ 8 മണിയായപ്പോൾ നമ്മളിവിടെ എത്തിയായിരുന്നു. അവിടെ നിന്ന് പിന്നെ നമുക്ക് ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് നമ്മൾ പുൽമേട് വഴി ഇതുവഴി വരുന്നത്. ഇതിൽ 2 പേര് മാത്രം മുമ്പ് വന്നിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ള 19 പേരും ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ്. ഇതിൽ കുറച്ച് കഠിനമാണ് ഇതുവഴി വരാനുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് വരണ വഴിക്ക് കുടിക്കാൻ വെള്ളവും നമുക്കങ്ങനെ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പോലീസിൽ നിന്നായാലും നമുക്ക് ഫോറസ്റ്റിൽ നിന്നായാലും നമുക്ക് നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വരണ വഴിക്കാൻ നമുക്ക് ഈ ഉച്ചയ്ക്കുള്ള ഫുഡ് കഞ്ഞി കുടിക്കാനും അതിനൊക്കെ നല്ല സൗകര്യവും അതേപോലെ നല്ല ഭക്ഷണം തന്ന് പോലീസിനായാലും ഫോറസ്റ്റിനായാലും അതിനൊക്കെ അവർക്ക് പ്രത്യേക ഒരു നന്ദി നമ്മൾ കൊടുക്കുകയാണ്. പിന്നെ ഇതുവഴിയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നല്ല ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. എന്തോന്ന് പറയാം, ആദ്യമായിട്ടാണ് പറഞ്ഞത് ഇതുവഴി. നമുക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ വരാനും എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാമിയെ കാണാനല്ലേ ഇതുവഴി വരുന്നത്. അവരെ കണ്ടോളാം.
ഒന്ന് രണ്ട് മൂന്ന് നാല് പേര് 6 പേര്. സാറേ ടോർച്ച് തിരിച്ചടിയോ? ഈ ക്യാമറയിലേക്കൊന്ന് അടിച്ച്. ആ പോകോ 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 പോകോ. സ്വാമി ലൈറ്റ് അടിച്ചോ? ക്യാമറയിലേക്ക് അടിച്ചോ? ക്യാമറയിലേക്ക് അടിച്ചോ? ക്യാമറയിലോട്ട് അടിച്ചോ? ആമാ ആമാ. Yeah, this is Sai Kalyan from, we are coming from Tirupati, which is in Andhra Pradesh, and is Deepak and Shiva. So we three come from Tirupati too, okay? And our experience to Sabarimala from Satram to Pulimedu, it's quite good. It's only we have come in a van. It's our first time, but trekking from there to here, it's quite hard because it's a first time, but it's his second time. So we were facing like knee pains and everything, but it was good. They were helping, like medical team was all the time they were there, and also the water we have for water facility too, and also, but the security, they have tight security that we should not bring any plastic to the inside the forest. So that was quite good. So we have a good experience in that. So now we have to do we have to think how would our darshan goes. Food availability, yeah, there's a canteen in like in second hill or third hill, yeah, Pulimedu. Yeah, there's a canteen, but so they were very kind to us. They were very kind and they were giving instructions each and every time that so we have to move fast. Like we can take rest each and every here and there, but it's not like we have to run on or anything. But they are being very kind. They were giving us instructions and everything. So in evenings we have to move fast, right? So that's fine. 150 meter. हाँ, और कुड़ी 150 meter. പെരിയാർ ടൈഗർ റിസർവ് എന്നാണല്ലോ പറയുന്നത്. പിന്നെ ഇപ്പം ഈ സീസൺ ആയതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. 5ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ വഴി വരുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാലത്ത് കുറച്ച് മഴയുണ്ടായിരുന്നു, കയറുമ്പോൾ കുറച്ച് സ്ലിപ്പ് ഉണ്ടായിരുന്ന ഒഴിച്ച് ബാക്കി കുഴപ്പമൊന്നുമില്ല, സുഖമായ യാത്രയായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ഒരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. വല്ല വയസ്സായ ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് പേര്, അപ്പോൾ അവരിത് ഫ്രണ്ടിലെത്തി, ഇപ്പം എത്തി. കുഴപ്പമൊന്നുമില്ല, അവർ നല്ല സഹകരണമാണ്. എല്ലാം കൊണ്ടും ഇതുവരെ നല്ല സഹകരണമാണ്.
ഇപ്രാവശ്യം കൂടുതൽ തിരക്കുണ്ട് ഈ വഴി. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇത്ര ആൾക്കാർ ഇത് വഴി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം നല്ലോണം ഭക്തജനങ്ങൾ ഈ വഴി കടന്നു വരുന്നുണ്ട് അവിടെ.